സോ ഇത് പേപ്പറാണ് കേട്ടോ, പേപ്പറാണ്, അല്ലാതെ ചെളി വെളിയിൽ മാത്രമേ ഉള്ളൂ. 2 മണിക്കൂർ മുമ്പേ, just 2 hours ago, that's what she said. And let's see the chicken that's inside. നമ്മൾ ഈ വെളി കണ്ട് പേടിച്ചിട്ടേ കാര്യമില്ല കേട്ടോ. ഇതാണ് നമുക്ക് മറ്റേ സ്പൈസ് കയ്യിലുണ്ടല്ലോ, അതുകൊണ്ടേ സ്പൈസസ് ദേ. ഇത് അത് അവർ തരുന്നുണ്ട്. more spice, okay, more spice. അപ്പോൾ ഇത് പേപ്പറിൽ ചുട്ടിട്ട് പേപ്പറിൽ മടക്കിയിട്ട് ഇത് വെച്ചിട്ട് അവനല്ല എന്താണ്ട് വെക്കുന്നതാണ് കേട്ടോ ലക്ഷ്യ. ഇതേ വെളിയിൽ ക്ലേ ഉള്ളൂ. അതാണ് അതെ. ഓക്കെ, ഗ്ലൗസ് എവറിബഡി ബി ഹൈജീനിക്. എനിക്ക് വേണ്ട, ഞാൻ അൺഹൈജീനിക്. ശരി, അപ്പം നമുക്ക് നമ്മളെ ലഞ്ച് ഇന്നത്തെ എന്തോന്ന് പേപ്പറിൽ മഡ് ചിക്കൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല അല്ലേ, ഒരു ഗുമ്മില്ല. ശരി, വി വിൽ ഹാവ് മഡ് ചിക്കൻ വിത്ത് ഗൺ പൗഡർ. ഈ ഗൺ പൗഡർ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഗൺ പൗഡർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമ്മൾ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളകും കുറച്ച് മല്ലിയെല്ലാം കൂടെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് കഴിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞങ്ങൾ ചൈനയിൽ നിന്ന് കുറേ റെസിപ്പീസ് എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും. കഴിക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ഇതിനിങ്ങനെ ഗ്ലൗസ് ഇടുക, എന്നിട്ട് ഇങ്ങനെ എണീക്കുക, നമസ്കരിക്കണോ, ഒന്ന് തൊഴണം. ശരി. കാരണം 5 ദിവസം പ്രായമായ ഒരു കോഴിയാണ്. ചെളിയിൽ വെച്ചിട്ട് 5 ദിവസം ആയിട്ടുണ്ടെന്നാണ് നിഗമനം, വിദഗ്ധ അഭിപ്രായം. നമ്മളെക്കാളും പ്രായമുള്ള കോഴിയായതുകൊണ്ടൊന്ന് തൊഴുതേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ ഇതാണ്. ഇനി എടുക്കുക, ഇതിനകത്ത് മുക്കുക, കഴിക്കുക. വിങ്സിന്റെ വീക്ക്നെസ് ആണ് വിങ്സ്. നമുക്ക് ഇത് ഉപ്പും മുളകുമായിട്ട് നമുക്ക് ഉപ്പും മുളകും ഇല്ലാതെ രുചി എന്താണെന്നുള്ളത് നോക്കാം. അടിപൊളി. വെൽ കുക്ക്. 5 ദിവസം ആയാലും വെരി ടേസ്റ്റി. ഉപ്പും കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉപ്പില്ലാതെ കഴിച്ചില്ല. ഒന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നോക്കട്ടെ. എന്തായാലും എൻ്റെ ഇന്നത്തെ ലഞ്ച് ഇത് അടിപൊളി. ഉപ്പില്ലാതെ കഴിക്കാനും ടേസ്റ്റി. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. പിന്നെ മുളക് വേണം, വിശാലാക്കാം. ഓക്കെ, ഞങ്ങൾ